ഹായ് ഓൾ വെൽക്കം ടു ആർ കെ ഫുഡ് ഫാമിലി. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ തലോട് കൂടിയിട്ടാട്ടോ എടുത്തിട്ടുള്ളത്. തല ഇഷ്ടമാണെങ്കിൽ അങ്ങനെ എടുക്കാൻ വേണ്ടി നോക്കണേ. ഇനി നമുക്കതൊരു സിമ്പിളായിട്ടുള്ള മസാല തേച്ച് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ചെമ്മീനിൽ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഈ ചെമ്മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. പിന്നെ ചെമ്മീൻ്റെ വെയിനൊന്നും കളയാൻ വേണ്ടി മറക്കരുത് കേട്ടോ, കാരണം അത് വയറുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു 20 മിനിറ്റ് ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് 20 മിനിറ്റിനൊക്കെ ശേഷമാണ് ഞാൻ ചെമ്മീനൊന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് മാത്രമേ ഞാനിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ എരിവും ഉപ്പൊക്കെ ഒന്ന് ചെമ്മീനിൽ പിടിക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ നിന്ന് പാനിൽ നിന്ന് ചെമ്മീനെ കോരി മാറ്റാം. ബാക്കിയുള്ളത് ഇനി മസാലയിൽ നിന്ന് ചെമ്മീൻ കുക്കായിക്കോളും കേട്ടോ. ഇപ്പോൾ അത് ഞാൻ എല്ലാം കോരി മാറ്റുന്നുണ്ട്. ഇനി ആ സെയിം പാനിൽ തന്നെ ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും അത്യാവശ്യം വലിപ്പമുള്ളൊരു പീസ് ഇഞ്ചിയും കൂടി എടുത്ത് ചതച്ചെടുത്തതാണ്. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇപ്പോൾ അത് ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. കണക്ക് പറയുകയാണെങ്കിൽ ഒരു 10-20 ചുവന്നുള്ളി ഉണ്ടാവും. അതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുന്ന വരെ തന്നെ വാട്ടിയെടുക്കുക കേട്ടോ. ചെറിയുള്ളി ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാട്ടോ. ഇനിയിപ്പോൾ ചെറിയുള്ളി എടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ സവാള തന്നെ ചേർത്ത് കൊടുത്താൽ മതി, എണ്ണത്തിൽ കൂട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ അത് ചെറിയുള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ 2 വലിയ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാളയിലേക്ക് വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെമ്മീനിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട്. ഇനി സവാള ഗോൾഡ് കളറാവണ വരെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാട് ഗോൾഡ് കളറായി വഴണ്ട് അങ്ങനെയല്ല, അത്യാവശ്യം ഗോൾഡ് കളറായി ആവുന്നത് വരെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ അത്യാവശ്യം നല്ല ഗോൾഡ് കളറായിട്ടുണ്ട്. സവാളൊക്കെ ഇതുപോലെ ആവണം കേട്ടോ, എന്നാൽ മാത്രമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണിന് താഴെയായിട്ട് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗരം മസാലൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. മല്ലിപ്പൊടി ഒരുപാട് ഇതിലേക്ക് ചേർക്കരുത് കേട്ടോ. മല്ലിപ്പൊടി ഒരുപാട് ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ് തക്കാളി. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുക്കാം. ഇപ്പോൾ അതാ തക്കാളിക്ക് അത്യാവശ്യം നല്ലതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് 2 മിനിറ്റ് അല്ലേ വെന്തിട്ടേ ഉള്ളൂ. ബാക്കിയുള്ളത് ഈ മസാലയൊക്കെ ഇടുന്ന് വെന്തോളും. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. നല്ല നല്ല റെസിപ്പികൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാനായിട്ട് പറ്റുവേ. ഇപ്പോൾ ഇതാ ഞാനൊരു 1/4 ഗ്ലാസ്സിന് താഴെയായിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെമ്മീനും മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെമ്മീൻ അത്രയല്ലേ വേവുള്ളൂ, പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. പിന്നെ അതുമല്ല കുഞ്ഞ് ചെമ്മീനും കൂടിയാണ്, വേഗം വെന്ത് കിട്ടും. ചെമ്മീൻ ഒരുപാട് നേരിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബർ പോലെ ആവും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്കിതുവരെ അങ്ങനെ ആയിട്ടില്ല. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചെമ്മീൻ റോസ്റ്റിന്. നല്ല ടേസ്റ്റാണ്, ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക്. അത്രയ്ക്ക് ടേസ്റ്റാണ്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഇത്. ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും പൊറോട്ടൻ്റെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണ്. ചെമ്മീനെ കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. കൂടെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം. താങ്ക്